Case study 2, question number 37. A brooch is a decorative piece often worn on clothing like jackets, blouses, or dresses to add elegance. Made from precious metals and decorated with gemstones, brooches come in many shapes and designs. One such brooch is made with silver wire in the form of a circle with diameter 35 mm. The wire is also used in making 5 diameters, which divide the circle into 10 equal sectors as shown in the figure. Based on the above information, answer the following questions. Find the central angle of each sector. Find the length of the arc ACB. Find area of each sector of the brooch. Find the total length of the silver used. നമുക്കിത് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ. ഈ സർക്കിളിന് 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എത്ര തന്നിട്ടുണ്ട്? D = 35 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R = D/2. R = 35/2, 17.5 mm. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ഈച്ച് സെക്ടർ ഈക്വൽ ടു കണ്ടുപിടിക്കണം. നമുക്കിത് ബേസിക് ഇക്വേഷൻ ഫോർ സെക്ടർ ആംഗിൾ തീറ്റ = ഇതാണ് ഒരു സെക്ടർ, അതിൻ്റെ ആംഗിൾ തീറ്റയാണ്. തീറ്റ = 360 ഡിവൈഡ് ബൈ എത്ര പാർട്സ് അതാണ്. ഇപ്പോൾ 10 പാർട്സ് ആണെങ്കിൽ 360 ഡിവൈഡ് ബൈ n. ഇവിടെ നമുക്ക് 10 പാർട്സ് ആണ്. 360 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 36 ഡിഗ്രി എന്ന് കിട്ടും. ഇത് ഒരു സെക്ടർ ആംഗിൾ 36 ഡിഗ്രി എന്ന് കിട്ടും. സെക്ടർ ആംഗിൾ = 36 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് പാർട്ട് 2 നോക്കാം. പാർട്ട് 2 കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഓഫ് ദ ആർക്ക്. ലെങ്ത് ഓഫ് ദ ആർക്ക്, ഇതാണ് ആർക്ക് ACB. ACBൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ബേസിക് ഇക്വേഷൻ ഫോർ ആർക്ക് ലെങ്ത് ഈക്വൽ ടു തീറ്റ ബൈ 360 × 2πr. ഹിയർ തീറ്റ = 36 നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ്. R = 35/2 ആണ്. Substitute these values. Therefore, arc length 36 divided by 360 multiplied by 2 × 22/7 pi ആണ്. R 35/2 അത് ഡയമീറ്റർ ആണ്. 35/2 that is equal to L of ACB equal to 36. ഇതും കട്ടായി പോയി 10 വരും. 7ഉം 35 5 ആണ്. 2ഉം കട്ടായി പോയി. ബാക്കി അവിടെ ഉള്ളത് 22 × 5 ഡിവൈഡ് ബൈ 10. ഇതും കട്ടായ 2 ആണ്. ഇതും 11 ആണ്. അപ്പോൾ നമുക്ക് 11 mm കിട്ടും. ആർക്ക് ലെങ്ത് ഈക്വൽ ടു 11 mm ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. പാർട്ട് 3 A ആണ്. ഏരിയ ഓഫ് ദ സെക്ടർ എത്രയാണ് കണ്ടുപിടിക്കണം. ബേസിക് ഇക്വേഷൻ ഫോർ സെക്ടർ ഏരിയ ഈക്വൽ ടു തീറ്റ ബൈ 360 × R². ഏരിയ ഈക്വൽ ടു തീറ്റ 36 ആണ്. 36 ഡിവൈഡ് ബൈ 360 മൾട്ടിപ്ലൈ ബൈ 22/7. R എന്ന് പറയുന്നത് 35/2 ആണ്. × 35/2 R². ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതും കട്ടായി പോകും. 10 ഓക്കെ. 7ഉം 5 വരും. 11 2. നമുക്ക് ബാക്കിയുള്ളത് ഈ 10ഉം 5 തൊട്ട് ഇവിടെ 2 വരും. ബാക്കിയുള്ളത് 11 മൾട്ടിപ്ലൈ ബൈ 35 ഡിവൈഡ് ബൈ 4 കിട്ടും. 96.25 മീറ്റർ കിട്ടും. ഏരിയ ഓഫ് ദ സെക്ടർ ഈക്വൽ ടു 96.25 mm². നമുക്ക് പാർട്ട് 3B നോക്കാം. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ കണ്ടുപിടിക്കണം. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ ഇപ്പോൾ എത്ര നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് സിൽവർ വയർ യൂസ് ചെയ്യുന്ന ഒന്ന് പറഞ്ഞാൽ ഇതാണ് സിൽവർ വയർ ഒന്ന്. പിന്നെ ഈ ഡയമീറ്റേഴ്സിൽ എല്ലാ ഡയമീറ്റേഴ്സും സിൽവർ വയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുക. പിന്നെ ഓരോ ഡയമീറ്ററിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം. ടോട്ടൽ ഡയമീറ്ററിൻ്റെ ലെങ്ത്ത് പ്ലസ് സർക്കിളിൻ്റെ സർക്കംഫറൻസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ കിട്ടും. ദാറ്റ് ഈസ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ ഈക്വൽ ടു circumference of circle plus total length of each diameter. First, circumference of the circle only. Circumference of circle equal to 2πr. That is equal to 2 ×
22/7 multiplied by 35/2. ഇത് 2 കട്ടായി പോകും. 7 35 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22 × 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 110 mm. ടോട്ടൽ ഡയമീറ്റർ ലെങ്ത് ഈക്വൽ ടു ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 ഡയമീറ്റർ ഉണ്ട്. അപ്പോൾ 5 മൾട്ടിപ്ലൈ ബൈ ഓരോന്നിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 35 mm ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 175 mm. Therefore total length of the silver wire is ഇത് ആഡ് ചെയ്താൽ മതി. അതായത് 1 + 2 ഈക്വൽ ടു 110 + 175 that is equal to 285 mm. Total length of the silver wire equal to 285 mm. അതാണ് നമ്മുടെ ആൻസർ.